റെസിപ്പി ഒരു പുൾമിയപ്പ് ബർഗറിൻ്റെ റെസിപ്പിയാണ്. മേലെ നമ്മൾ പുൾമിയപ്പ് കേക്കിന് ചെയ്യുന്ന പോലെ ഒരു സ്പെഷ്യലായിട്ടുള്ള വൈറ്റ് സോസൊക്കെ റെഡിയാക്കിയിട്ടാണ് ഈ ഒരു ബർഗർ ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഇതെങ്ങനെ ചെയ്തെടുക്കാനുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ബർഗറിലേക്കുള്ള ബർഗർ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 പീസ് ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിക്കനിൽ ചെറുതായിട്ട് എല്ലൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ടിട്ട് ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന റോളിംഗ് പിൻ വെച്ചിരുന്നാൽ നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് എല്ലാ ചിക്കനും നന്നായിട്ട് ഫ്ലാറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡറാണ്, ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്നങ്ങ് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഈ ഒരു സമയത്ത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഈ ചിക്കൻ ഈ ഒരു മസാലയായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാലേ കറക്റ്റ് ഇതിൽ ആ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇപ്പോൾ ചിക്കൻ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കോട്ടിങ് റെഡിയാക്കി എടുക്കണം ഫ്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ആ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം ഈ എഗ്ഗിലേക്ക് മുക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ട് ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് ആദ്യം ചിക്കൻ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാണ് പിന്നെ നമ്മളിത് എഗ്ഗിലേക്ക് മുക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ചിക്കൻ മൈദയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മൈദ എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മളിത് ഇതിൽ മൈദയിൽ ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി ഇത് എഗ്ഗിൽ മുക്കിയെടുക്കുക. എഗ്ഗിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇനി വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഈ ചിക്കൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഈ ചിക്കൻ്റെ എല്ലാ സ്ഥലത്തും ബ്രെഡ് ക്രംസ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇത് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്തു വെക്കാം. അപ്പോൾ ഇതെല്ലാം ചിക്കനും നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കളർ മാറും. അപ്പം ഒരു കരിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് പിന്നെ ബ്രസ്റ്റ് പീസാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ബർഗറിലേക്കുള്ള വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇനി ഈ ഒരു കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ സോസിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും നമ്മുടെ ഈ കോൺഫ്ലവർ ഒഴിക്കുന്ന സമയത്ത്. ഇനി നന്നായിട്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലൊരു 1/4 കപ്പ് പാലൂടെ ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സോസ് ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സോസ് റെഡിയായി. ഈ ഒരു കട്ടി മതി, ഒരുപാട് അങ്ങ് കട്ടി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം.
ഇനി ഈ വൈറ്റ് സോസിൻ്റെ മേലെ ബർഗറിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചീറ്റോസ് എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബർഗറിലേക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു. ഇനി ഇത് അസംബിൾ ചെയ്തെടുക്കുക, സെറ്റാക്കി വെക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ബർഗർ ബന്നാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസ്റ്റാർഡ് സോസ് അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മസ്റ്റാർഡ് സോസ് അല്ല പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മതി. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂടിക്കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള വൈറ്റ് സോസ് മേലെ കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നു വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കൻ ഒരു പീസ് അങ്ങ് വെച്ച് കൊടുക്കുക. പിന്നെ മേലെ ലെറ്റ്യൂസ് ലീഫ് വെച്ച് കൊടുക്കുക. ചെറിയൊരു കഷ്ണം വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ മേലെ മൊസറല്ല സ്ലൈസ് വെച്ച് കൊടുക്കാം. മൊസറല്ല ചീസിൻ്റെ സ്ലൈസ് അല്ലെങ്കിൽ ചെത്താറ് വെച്ചാലും മതി. എന്നിട്ട് ഇതിൻ്റെ മേലെ ബർഗറിൻ്റെ ബാക്കി വന്നിട്ടുള്ള സ്ലൈസ് കൂടെ വെച്ചിട്ട് പിന്നെ ഇനി നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ഇതാണ്. നമ്മൾ പുൾമിയപ്പ് കേക്കിന് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഷീറ്റ് വേണം. അപ്പോൾ എനിക്ക് ആ ഒരു പുൾമിയപ്പ് കേക്കിന് ചെയ്യുന്ന ആ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഫയലൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് മറ്റേതിൻ്റെ അത്ര ഷാർപ്പല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഷീറ്റ് ഈ ബർഗറിൻ്റെ മേലെ വെക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പ്രഷറിൽ ഒന്ന് അമർത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ അത് അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ താഴേക്ക് വീഴാൻ തുടങ്ങും. നമ്മൾ കൈ മാറ്റുന്ന സമയത്ത് താഴേക്ക് വീഴും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് അവിടെ പ്രഷർ ചെയ്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സോസ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ചീറ്റോസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിളാണിത്, കാണാൻ നല്ല ഭംഗിയാണിത്. ഷീറ്റ് മേലേക്ക് നമ്മൾ പുല്ല് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ് ഇതിങ്ങനെ താഴെ ഇങ്ങനെ സോസ് ഒഴുകി വരുന്ന സമയത്ത്. അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.